കർത്താവിലായിരിക്കണം, മനുഷ്യരിലായിരിക്കരുത്, വ്യക്തികളിലായിരിക്കരുത്. അപ്പോൾ കർത്താവിനെ നാം ആശ്രയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ വിടുവിക്കും. കാരണം എന്താണെന്നോ, നമ്മൾ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞിട്ടാണ് കർത്താവിന്റെ സന്നിധിയിൽ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നത്. വചനം പറയുന്നത് അവർ തങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് യോർദാൻ നദിയിൽ സ്നാനമേറ്റു. ഇന്ന് കാണുന്നത് പലരും യേശുവിനെ രക്ഷകനും നാഥനുമായിട്ടെല്ലാം സ്വീകരിക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. പക്ഷെ പാപങ്ങൾ ഏറ്റു പറയല് കാണാറില്ല. പാപത്തെ കുറിച്ച് അറിയണം, നമ്മുടെ തെറ്റുകളും വീഴ്ചകളും നമ്മൾ അറിയണം, അത് മനസ്സിലാക്കണം. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ യോഹന്നാൻ 3:3 3:5 പറയുന്നത് പോലെ ഒരു വീണ്ടും ജനനം നടക്കണം. ഈ വീണ്ടും ജനനം എല്ലാ ദിവസവും നടക്കണം. അത് ഒരിക്കൽ മാത്രമല്ല.